ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ജാസ് F5 മെഷീൻ മേടിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെഷീൻ അംബർല ആയിരുന്നു. അപ്പോൾ അംബർലയുടെ സ്റ്റിച്ചിങ്ങിനൊക്കെ എപ്പോഴും പ്രശ്നമാണ്. എൻ്റെ മെഷീന് ഞാൻ ഉപയോഗിച്ചിരുന്ന മെഷീന് സ്റ്റിച്ചിങ്ങിന് എപ്പോഴും പ്രശ്നമായിരുന്നു. അത് സ്റ്റിച്ചിങ് ഫിനിഷിങ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചാണ് ഈ മെഷീൻ മേടിക്കാൻ കാര്യം, ഈ മെഷീനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് എല്ലാവരും പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് പോയി വാങ്ങിച്ചത്. പക്ഷേ കാര്യം സത്യം തന്നെയാണ്. അപ്പം ഞാൻ ഈ മെഷീൻ്റെ ഇത് ഫിനിഷിങ് നിങ്ങളൊന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് നമ്മുടെ അംബർല മെഷീനെക്കാട്ടി ഹോള് കൂടുതലാണ് നൂല് കടത്താനായിട്ട്. അത് ഈ നൂല് നമ്മളിപ്പോൾ ഒരു നൂലിട്ട് കഴിഞ്ഞാൽ ആ നൂല് ഈ രണ്ട് ഹോളിൽ കൂടെ കടത്തി, അത് കഴിഞ്ഞത് ഈ ഹോള് ഈ രണ്ട് ഹോളിൽ കടത്തി, അത് കഴിഞ്ഞ് നമുക്കത് ഈ ഒരു ഹോളുണ്ട് അതിൽ കടത്തി, പിന്നെ ഈ ടെൻഷൻ പ്ലേറ്റിൽ കൂടെ കടത്തി, പിന്നെ മേളിൽ കണ്ട ഈ ഹോള്, ഇവിടെ രണ്ട് ഹോള്, ഇവിടെ ഉണ്ടോ, പിന്നെ സൂചിയിലേക്ക് ഇങ്ങനെ നേരെ സൂചിയിലേക്ക്, അങ്ങനെ ഇവിടെ ഉണ്ടൊരു ഹോള് കണ്ട, ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിനും കൂടെ കടത്തി നേരെ സൂചിയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ഹോളുണ്ട് ഇതിന്. അപ്പം നമുക്ക് എന്താ എളുപ്പ വഴിയെന്ന് വെച്ചാൽ, നമ്മളൊരു നൂലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നൂല് ഇതിൽ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോളിലോട്ടൊന്നും കടത്തണ്ട. നമുക്ക് വേറൊരു ഉപായമുണ്ട്. അതായത് ഈ നൂല് ഇട്ടിരിക്കുന്ന നൂല് നമുക്ക് ഇപ്പം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ വേറെ ഇപ്പം ഈ നൂലാണ് വേണ്ടെങ്കിൽ ആ നൂലിട്ടിട്ട് നമ്മളെടുത്ത് ഈ ഒരു കെട്ടിട്ട് കൊടുക്കുക, ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഹോളിൽ നമുക്കിങ്ങനെ നൂല് ചുറ്റി പോകേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് ഈ നൂല് വലിച്ചാൽ മതി. നൂലിന് ഇങ്ങനെ വലിച്ചെടുത്ത് നമുക്ക് സൂചിയിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ, ഇനി ഞാനിത് സൂചിയിലേക്ക് കണക്ട് ചെയ്യാം. ദേ കണ്ടോ, ആ കെട്ടിട്ട നൂല് വരുവാണ്. കണ്ടോ കെട്ടിട്ട നൂല് വരുന്നത് കണ്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിത് ഇവിടെ ടെൻഷൻ പ്ലേറ്റ് വരുമ്പോൾ ഒരു ഇച്ചിരി ആയവ് കൊടുത്താൽ മതിയാവും. ടെൻഷൻ പ്ലേറ്റ് ഇച്ചിരി കയറാൻ പാടാണ്. ബാക്കിയുള്ളതെല്ലാം ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കണ്ടോ നേരെ നമ്മളിപ്പോൾ സൂചി കയറ്റി കൊടുക്കണം. ഇതിലോട്ട് കടത്തിയിട്ടാണ് സൂചിയിലോട്ട് കയറ്റേണ്ടത്, വേദിയിലോട്ട്. കണ്ടോ, കെട്ടിക്കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഈ കമ്പി എന്നുള്ളത് നമ്മുടെ കൈയൊക്കെ സൂചിയുടെ ഇടയ്ക്കോട്ട് പോയി പിന്നെ സ്റ്റിച്ച് നമ്മുടെ കയ്യിലിട്ട് സൂചി കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ് ഈ കമ്പി. എൻ്റെ കയ്യിൽ സൂചി കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പിന്നെ അതിനുള്ള പ്രൊട്ടക്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ നൂലിടുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ബോബനെ നൂല് ചുറ്റണം. നമുക്കിപ്പോൾ നമ്മുടെ ബോബനെ നൂല് തീർന്ന് അല്ലെങ്കിൽ വേറൊരു നൂല് ചുറ്റണം, വേറൊരു കളറിലെ നൂല് ചുറ്റണമെങ്കിൽ നമ്മളിത് ഈ ഇതിലോട്ട് വേറെ നൂല് കണക്ട് ചെയ്ത് ഇതിലോട്ട് ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ നമ്മൾ നൂല് കടത്തിയിട്ട് ഇത് കണ്ടോ, ബോബൻ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ബോബനിൽ നൂല് ചുറ്റി ഇതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഈ സൈഡിലോട്ട് നമ്മളെ ബോബൻ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, നൂല് ചുറ്റി കണ്ടോ. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അവിടെ നൂല് പിന്നെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ബോബനെ നൂല് ചുറ്റുകയും ചെയ്യും, നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. താഴെ സ്റ്റിച്ചിങ് ചെയ്യുക. അത് എന്തെങ്കിലും നോക്കിയേ, കണ്ടോ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. അപ്പം മേളിൽ അതോടൊപ്പം തന്നെ നൂലും ചുറ്റുന്നുണ്ട്. കണ്ടോ, നൂലും ചുറ്റുന്നുണ്ട്. കണ്ടോ. അപ്പം നമുക്ക് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് 20-ലാണ് ഇട്ടയക്കുന്നത്. 20-ലാണ് ഇട്ടയക്കുന്നത്. സ്പീഡ് 21 വന്നതേ ഉള്ളൂ. ഞാൻ 20-ലാണ് തയ്ക്കുന്നത്. ആദ്യം തയ്ച്ചിട്ടിരുന്ന 10-ലായിരുന്നു. 10. ഇപ്പം ഞാൻ 20. എനിക്കിപ്പോൾ ഒരുമാതിരി ബാലൻസ് ആയതുകൊണ്ട് 10-ലോട്ട് മാറിയിട്ടുണ്ട്. 40 വരെയാണ് ഇതിൻ്റെ സ്പീഡ്. 40 വരെയാണ് ഇതിൻ്റെ ഹൈ സ്പീഡ്. അപ്പം 40-ലോട്ട് നമ്മളിപ്പോൾ കയറണ്ട. കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ 40-ലോട്ട് കയറിയാൽ മതിയാകും. 40 വരെയാണ് ഇതിൻ്റെ സ്പീഡ്. ഇപ്പോൾ ഞാനൊരു 20-ലിട്ടാണ് ഇത് തയ്ക്കുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച് കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ ഓൺ ഓഫും ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ഓൺ ഓഫും. ബാക്ക് കണ്ടോ, ഇത് ഓണാണ്, ഇത് ഓഫ്, ഇത് ഓൺ. അപ്പം നമ്മളിത് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് തെളിയും. ഇവിടെ ലൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടോ, ഇവിടെ ലൈറ്റ് ഓഫാക്കുകയും ഓണാക്കി കൂട്ടാം. കണ്ടോ, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റാണ്. ഇതെനിക്ക് നല്ലൊരു ഫിനിഷിങ് മെഷീനായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആരെങ്കിലും മെഷീൻ മേടിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഈ മെഷീൻ മേടിക്കുക. നമ്മുടെ സമയലാഭം, അതായത് 1 മണിക്കൂർ തയ്ക്കാനുള്ളത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്പീഡും സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല ഫിനിഷിങ്. ഞാൻ പിന്നെ അമ്പർല മെഷീൻ ഉടങ്കലി മെഷീൻ വേണമെന്ന് ഇപ്പോൾ പറയേണ്ടി വരും. ഞാൻ അതിൽ തയ്ച്ചുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. എനിക്കിപ്പം ഭയങ്കര സന്തോഷം ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം. പിന്നെയും സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെഷീൻ മേടിക്കുക. പിന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഓണത്തിന് എനിക്ക് ആരോഗ്യം കിട്ടുകയാണെങ്കിൽ ഈ ഓണത്തയ്യലെല്ലാം അടിച്ചു പൊളിക്കാമെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ മിക്ക ഫങ്ഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, സി യു, ടാറ്റാ.